മട്ടാഞ്ചേരി വെടിവയ്പ് നടന്നിട്ട് ഇന്നേക്ക് 72 വർഷം. 1953 ജൂലൈ 1 മട്ടാഞ്ചേരിയുടെ സമരഭൂമിയിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്ന ചോരയിൽ എഴുതിയ ചരിത്രമാണ് സെപ്റ്റംബർ 15 വെടിവയ്പ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നാണ് കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖത്ത് നിലനിന്നിരുന്ന പ്രാകൃത തൊഴിൽ സമ്പ്രദായമായ ചാപ്പയ്ക്കെതിരെ തൊഴിലാളികൾ നടത്തിയ സമരത്തിനൊടുവിലായിരുന്നു വെടിവയ്പ്. തൊഴിലാളി വർഗത്തെ അടിയാളരാക്കി നിർത്തുന്ന ചാപ്പ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും ജോലി സ്ഥിരത ലഭിക്കണമെന്നും കൂലിയിൽ ചെറിയ വർധനവ് വേണമെന്നുമായിരുന്നു യൂണിറ്റിന്റെ ആവശ്യം. പോലീസിനെയും ഭരണകൂടത്തെയും കൂട്ടുപിടിച്ച് മുതലാളിമാർ സമരം അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇതിനെതിരെ തൊഴിലാളികൾ നടത്തിയ സമരത്തിനൊടുവിലായിരുന്നു വെടിവയ്പ് നടന്നത്. സമര നേതാവ് TM അബുവിനെ അറസ്റ്റ് ചെയ്തതിലുള്ള തൊഴിലാളികളുടെ പ്രതിഷേധമാണ് വെടിവയ്പിൽ കലാശിച്ചത്. സാഗർ വീണ കപ്പലിലെ ചരക്കിറക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ ഒന്നടങ്കം നടത്തിയ സമരത്തിന്റെ 75ാം ദിവസമായിരുന്നു സംഭവം. 2 തൊഴിലാളികൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു വീണു. കൊടിയ മർദ്ദനത്തിനിരയായ മറ്റൊരു തൊഴിലാളി പിന്നീട് മരിച്ചു. സെയ്ദ് അലി എന്നീ തൊഴിലാളികളാണ് യുദ്ധഭൂമിയിൽ മരിച്ചു വീണത്. 100 കണക്കിന് തൊഴിലാളികൾ അതിക്രൂര മർദ്ദനത്തിന് ഇരയായി. മട്ടാഞ്ചേരിയുടെ സമരഭൂമിയിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്ന ചോരയിൽ എഴുതിയ ചരിത്രമാണ് സെപ്റ്റംബർ 15 വെടിവയ്പ്. കേരളത്തിന്റെ തൊഴിലാളി സമര ചരിത്രത്തിലെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം കൂടിയാണിത്.